God was a great God in our lives. നമ്മുടെ ജീവിതത്തിലെ ദൈവം വലിയ ഒരു ദൈവമായിരുന്നു. We have heard a God who has taken his people unto his protective shield. അവന്റെ സംരക്ഷണയുടെ വലയത്തിൽ തന്റെ ജനങ്ങളെ സുരക്ഷിതമായി പരിപാലിച്ചത് നാം കേട്ടു. When King Hezekiah cried before Lord, ഹിസ്കിയാ രാജാവ് ദൈവമുൻപാകെ കരഞ്ഞപ്പോൾ the prophecy came from prophet Isaiah. ഇസ്രായേലിൽ നിന്ന് പ്രവചനം അവനു വേണ്ടി In the first session, I have explained in detail about that incident. പ്രാരംഭ സെഷനിൽ അത് വളരെ വിശദമായി ഞാൻ ആ സംഭവം വിശദീകരിക്കുകയുണ്ടായി. In book of Isaiah chapter 38, the same incident is again reproduced. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ അതേ സംഭവം തന്നെ പിന്നെയും വിവരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. For today's meditation also, I would like to read a verse from Isaiah chapter 30 verse 18. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടിയും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 30-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. And yet the Lord is waiting to be merciful to you. He is ready to take pity on you because he always does what is right. Happy are those who put their trust in the Lord. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. And therefore will the Lord wait that he may be gracious unto you, and therefore will he be exalted that he may have mercy upon you. For the Lord is God of judgment, blessed are they that wait for him. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. Praise the Lord. In this verse, two types of waiting is mentioned. രണ്ട് തരത്തിലുള്ള കാത്തിരിപ്പിനെ കുറിച്ച് ഈ വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. In Malayalam Bible, the first waiting is translated as delay, but in English Bible, in King James version, in both these places we read is waiting. ഹല്ലേലൂയ. മലയാളം വേദപുസ്തകത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ കാത്തിരിപ്പിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവിടെ താമസിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുന്നു. എന്നാൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ രണ്ടും അവിടെ കാത്തിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. Praise the Lord. Hallelujah. One side, God is waiting. ഒരു ഭാഗത്ത് ദൈവം കാത്തിരിക്കുകയാണ്. You know what for? എന്തിനു വേണ്ടി? To show his mercy. അവന്റെ കരുണ കാണിക്കുവാൻ വേണ്ടി. And on the other side, മറുവശത്ത് it is something like the lobby of a big court. ഒരു കോടതിയുടെ ഒരു വലിയൊരു ലോബിയായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. It is just like the veranda of a palace. ഒരു കൊട്ടാരത്തിന്റെ വരാന്തയായി നമുക്കവിടെ ദർശിപ്പാൻ കഴിയും. So many people are there in waiting for something. ചില കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അനേകർ അവിടെ കാത്തിരിക്കുകയാണ്. Praise the Lord. And there is somebody inside. The king is also waiting to show mercy upon these people. കൊട്ടാരത്തിനകത്തുള്ള രാജാവും ഈ പുറത്തുള്ള ജനങ്ങളോട് കരുണ കാണിക്കുവാനായി കാത്തിരിക്കുന്നു. Praise the Lord. So these two entities are waiting. One is waiting to give, the other is waiting to receive. രണ്ട് കൂട്ടരും കാത്തിരിക്കുകയാണ്. ഒന്ന് ചിലത് പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടരെ ചിലത് നൽകുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. The one waiting to show, the other waiting for receiving. ചിലത് തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുവാനും ചിലത് പ്രാപിക്കുവാൻ മറ്റൊരു പ്രാപിക്കുവാനും വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ഭാഗത്ത് ആമേൻ ദയ കാണിക്കുവാൻ കാത്തിരിക്കുമ്പോൾ മറുഭാഗത്ത് ദയ പ്രാപിക്കുവാൻ കാത്തിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ദയ കാണിക്കുവാൻ കാത്തിരിക്കുമ്പോൾ മറുഭാഗത്ത് ദയ പ്രാപിക്കുവാൻ കാത്തിരിക്കുന്നു. In which side you are? ഏത് ഭാഗത്താണ് നിങ്ങൾ? Praise the Lord. Praise the Lord. I am asking this question intentionally. ഞാൻ മനഃപൂർവ്വമാണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. I told in one side there is somebody who wants to show mercy. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ഭാഗത്ത് കരുണ പ്രദർശിപ്പിക്കുവാൻ കാണിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. Amen. The other side there is somebody who want to receive the mercy. മറുഭാഗത്ത് ഈ കൃപ കരുണ പ്രാപിക്കുവാൻ ദയ പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടർ. Normally we think സ്വാഭാവികമായി നാം we all are on the receiving side.
കൃപ പ്രാപിക്കുന്നതിന് കരുണ പ്രാപിക്കുന്ന ഭാഗത്താണ് നാം എന്ന് നാം ചിന്തിച്ചു പോകുന്നു. അതായത് പ്രാപിക്കാനുള്ളവരുടെ കൂട്ടത്തിലാണ് നമ്മൾ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പ്രാപിക്കാനുള്ളവരുടെ കൂട്ടത്തിലാണ് നാം എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോകാറുണ്ട്. But you have to understand who is inside the palace to show mercy. It is the Almighty God. കൊട്ടാരത്തിനകത്ത് ദയ കാണിക്കുവാൻ കാത്തിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് സർവശക്തനായ ദൈവമാണ്. And outside who is waiting to receive the mercy, it is people like us. കൊട്ടാരത്തിന് വെളിയിൽ കൃപ പ്രാപിക്കുവാൻ ദയ പ്രാപിക്കുവാൻ കാത്തിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് നാമാണ്. Praise the Lord. Hallelujah. So normally we think we are at the receiving end and God is at the giving end. നാം സാധാരണയായി ചിന്തിക്കാറുള്ളത് നാം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലും ദൈവം നൽകി തരുന്നവന്റെ കൂട്ടത്തിലുമാണ്. Praise the Lord. Hallelujah. But word of God clearly says എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, we have to give from what we receive. ദൈവവചനം വ്യക്തമായി പറയുന്നു നാം പ്രാപിച്ചതിൽ നിന്ന് നൽകി കൊടുക്കുവാൻ ദൈവവചനം ആഗ്രഹിക്കുന്നു. So we are also on the giving side when we receive something from God. ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചു കഴിയുമ്പോൾ അത് നൽകി കൊടുക്കുവാനും നാം കടപ്പെട്ടവരാണ്. ആമേൻ. നമ്മള് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കഴിയുമ്പോൾ മറ്റു പ്രാപിക്കാനിരിക്കുന്നവരോടുകൂടെ ആമേൻ ഹല്ലേലൂയ അവരും പ്രാപിക്കത്തക്കവണ്ണം വിളമ്പുവാൻ കടംപെട്ടവരാണ്. ഹല്ലേലൂയ. നാമും ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചു കഴിയുമ്പോൾ ഇനിയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഇരിക്കുന്നവരോട് കൂടി ചേർന്ന് അവർക്കും വിളമ്പി കൊടുക്കുവാൻ നാം കടപ്പെട്ടവരാണ്. Genesis it is clearly written, ഉൽപ്പത്തി പുസ്തകം വ്യക്തമായി പറയുന്നു, according to the image of God we are created. ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നു. And praise the Lord. Hallelujah. According to the likeness of the Lord we have created. ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചു. Praise the Lord. So whatever God does, God expects from us also to do. ദൈവം നമുക്ക് നൽകി തരുന്ന നമ്മിൽ നിന്ന് അത് അപ്രകാരം ചെയ്യുവാൻ പ്രതീക്ഷിക്കുകയാണ്. Praise the Lord. So somebody is there to give and somebody is there to receive. ഒരു ഭാഗത്തെ കൊടുക്കുവാനും ഒരു ഭാഗത്തെ വാങ്ങുവാനും. And word of God says, ദൈവവചനം പറയുന്നു, those who are waiting upon God are blessed. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. Praise the Lord. Hallelujah. And again there is a consoling verse in verse 19. 19ാമത്തെ വാക്യത്തിൽ ഒരു ആശ്വാസ വചനങ്ങളെ കാണുവാൻ കഴിയും. For the people shall dwell in Zion at Jerusalem. Thou shalt weep no more. He will be very gracious unto thee at the voice of thy cry. When he shall hear it, he will answer thee. He will answer your cry. അവൻ നിങ്ങളുടെ കരച്ചിലിന് ഉത്തരം നൽകും. When he hear it, he will answer for your cry. നിന്റെ നിലവിളിക്ക് അവൻ ഉത്തരം നൽകി തരും. So to receive something, ചില കാര്യങ്ങൾ പ്രാപിക്കുന്നതിന് it is a must that we have to cry before Lord. ദൈവത്തിന്റെ മുൻപാകെ കരയണം എന്നുള്ളത് ഒരു സത്യമായ സംഗതിയാണ്. Praise the Lord. Those who are really cried before God has really received it. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻപാകെ കരഞ്ഞ ഏവരും അത് പ്രാപിച്ചിട്ടുണ്ട്. Many people do not know the value of tears. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ വില ഇന്ന് അനേകർക്കും അറിയാൻ പാടില്ല. Praise the Lord. I have read about the work of a missionary in Africa. ആഫ്രിക്കയിലുള്ള ഒരു മിഷണറിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. Praise the Lord. Hallelujah. He went and worked in that dark continent for many years. അനേക വർഷങ്ങൾ ദീർഘവർഷങ്ങൾ അന്ധകാരമായ ഭൂഖണ്ഡത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. And he worked for some 20 years. 20 വർഷക്കാലത്തോളം അവിടെ പ്രവർത്തിച്ചു. Without getting any result. ഒരു ഫലവും അതിൽ നിന്നുണ്ടായില്ല. Then he has written a letter to William Booth, who is the founder of Salvation Army. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരുന്നതായ വില്യം ബൂത്തിന് അദ്ദേഹം ഇപ്രകാരം എഴുതി, I have tried everything but no result. ഞാൻ എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു നോക്കി ഒരു ഫലവുമില്ല എന്ന് പറഞ്ഞു. He enumerated the methods he has tried. അവൻ അവിടെ പരീക്ഷിച്ചതായ എല്ലാ കാര്യങ്ങളും അക്കമിട്ട് എഴുതി. Number 1, ഒന്ന്, I visited houses. ഞാൻ ഭവനങ്ങളൊക്കെയും സന്ദർശിച്ചു. Number 2, 2, I have conducted meetings. ഞാൻ മീറ്റിങ്ങുകളൊക്കെയും നടത്തി. Number 3, I have conducted fasting prayers. 3, ഞാൻ ഉപവാസ പ്രാർത്ഥനകൾ നടത്തി. Like that, so many things he has written to William Booth in a letter. ഒരു കത്തില് ഇങ്ങനെ അനവധി കാര്യങ്ങൾ വില്യം ബൂത്തിന് അദ്ദേഹം എഴുതി അയച്ചു. And he said there is no result. അതിന്റെ അടിയിൽ എഴുതി ഒരു പ്രയോജനവുമില്ല. And so I am thinking to come back. അതുകൊണ്ട് ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. I don't know what to do. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. Please advise. എന്നെ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. Then William Booth sent a telegram to him. വില്യം ബൂത്ത് ഉടനെ അദ്ദേഹത്തിന് മറുപടിയായ ഒരു ടെലിഗ്രാം അയച്ചു. It was only 2 letters, 2 words.
രണ്ട് വാക്കുകൾ മാത്രമേ. What was that 2 words? എന്താ രണ്ട് വാക്കുകൾ എന്നറിയാമോ? Try tears. കണ്ണുനീര് പരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു. Praise the Lord. Hallelujah. Amen. ദൈവത്തിന് സ്തോത്രം. വില്യം ബൂത്ത് ആമേൻ തന്റെ പ്രിയപ്പെട്ട സുവിശേഷകന് ആശ്വാസവചനമായി പരീക്ഷിച്ചു നോക്കാൻ എഴുതിയെന്നറിയാമോ? ആമേ, ഇനി ഇത്രയും നീ പ്രവർത്തിച്ചു നോക്കിയില്ലേ, പ്രാർത്ഥിച്ചു നോക്കിയില്ലേ, പ്രൈസ് ദി ലോർഡ്, ഉപവസിച്ചു നോക്കിയില്ലേ, ഇനി ഒന്ന് കരഞ്ഞു നോക്ക്. ഹല്ലേലൂയ. തന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകൻ എഴുതിയത് ഇനിയും ഇത്രയും പ്രവർത്തിച്ചത് കൂടാതെ ഇനിയും നീ ഒന്ന് കരഞ്ഞ് പരീക്ഷിച്ചു നോക്ക്. Let me ask a blunt question. Which is the date you have wept before God? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്നാണ് നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ കരഞ്ഞതായ തീയതി? Which is the date there was a 2 drops of tears came out of your eyes? രണ്ട് തുള്ളി കണ്ണുനീർ നിങ്ങളുടെ കണ്ണിൽ നിന്ന് എന്നാണ് പുറപ്പെട്ടത്? If it is 6 months back, 6 മാസം മുമ്പാണെങ്കിൽ it is very bad situation. അത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. If it is 3 months back, എന്നാൽ 3 മാസം മുമ്പാണെങ്കിൽ again it is not a good situation. അതൊരു പിന്നെയും നല്ല ഒരു അവസ്ഥ അന്തരീക്ഷമല്ല. At least once in a month തീരെ കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും we have to shed our tears before of this mighty God. ഈ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നാം കണ്ണുനീർ ഒഴുക്കേണ്ടിയിരിക്കുന്നു. I used to tell like this. ഞാൻ ഇപ്രകാരം പറയാറുണ്ട്. Why I said once in a month, you know? എന്താണ് മാസത്തിൽ ഒരിക്കൽ ഞാൻ പറയാറുണ്ടോ? At least the first day or the last day of a month, ഒന്നുകിൽ മാസത്തിന്റെ ആദ്യത്തെ ദിവസമോ അല്ലെങ്കിൽ അവസാനത്തെ ദിവസമോ we receive our salary. നമ്മുടെ ശമ്പളം നാം കൈപ്പറ്റുന്നവരാണ്. With that money in your hand, ആ പണം കയ്യിൽ വഹിച്ചുകൊണ്ട് you look at yourself. തങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് ആ പണം കയ്യിൽ വെച്ചുകൊണ്ട് നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. ആ പണം കയ്യിൽ വെച്ച് നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. You look at your qualification. നിന്റെ യോഗ്യതയെ കുറിച്ച് നീ ഒന്ന് നോക്ക്. You look at your health. നിന്റെ ആരോഗ്യം നീ ഒന്ന് നോക്ക്. You look your ability. നിന്റെ കഴിവിനെ നീ ഒന്ന് ശ്രദ്ധിക്കുക. Praise the Lord. Praise the Lord. I can tell you surely, amen, many of the people here can shed tears, only tears, because I'm not worthy for these things, but my God has helped me. അങ്ങനെ ഒരുവൻ ശ്രദ്ധിക്കുന്ന ഒരുവനോട് നോക്കി എനിക്ക് പറയുവാൻ ഉറപ്പായി പറയുവാൻ കഴിയും. അനേകർക്ക് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് പറയുവാൻ കഴിയും, അയ്യോ ഞാൻ ഇതിന് അർഹനല്ല, ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. Then certain people may think that I am an exemption. എന്ന് ചിലർ ചിന്തിക്കുന്നു ഞാൻ അതിൽ നിന്ന് ഒരു പ്രത്യേക, because I don't receive any salary. കാരണം ഞാൻ ശമ്പളം പറ്റുന്നില്ല എന്ന് പറഞ്ഞു. Let me ask you, are you doing any business? നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? Amen. I am quite sure the day in which one bill gets passed, ഒരു ബില്ല് പാസ്സാക്കുന്ന ദിവസം ഒരു ദിവസമുണ്ട്, അത് എനിക്കത് അറിയാം. when you get a check, ഒരു ചെക്ക് നിങ്ങളുടെ കൈവശം കിട്ടുമ്പോൾ, hallelujah, if you look back, നിങ്ങൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ definitely you will remember the days in which you were longing for at least 10 rupees to meet a demand in your life. ഹല്ലേലൂയ. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു 10 രൂപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചതായ ദിവസങ്ങളെ ഓർക്കുവാനായി. In that time, ആ സമയത്ത് you prayed and shed tears, അന്ന് കണ്ണുനീരൊഴുക്കി നിങ്ങൾ പ്രാർത്ഥിച്ചു. and I can tell surely the result of those tears are coming into your hand with many zeros added to the old figure, and you are holding a great check for a great amount. Can you praise this God and tell this God, Lord, I am not worthy for these things, but for by grace. അനേക ദിവസം പ്രാർത്ഥിച്ചതിന് മറുപടിയായി ഹല്ലേലൂയ വലിയ ഒരു തുകയുടെ ചെക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ, തുക കയ്യിൽ കിട്ടുമ്പോൾ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ കഴിയുമോ, കർത്താവേ ഇത് ഞാൻ അർഹനല്ല, ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. Praise the Lord. Hallelujah. When you look at other big people who is doing business in this world, ഈ ലോകത്തിൽ ബിസിനസ് നടത്തുന്ന മറ്റുള്ള വലിയ വലിയ ബിസിനസ്സുകാരെ നോക്കുമ്പോൾ, if you closely watch them, അവരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ, if you ask them, അവരോട് ചോദിച്ചാൽ you will get an answer. അവരിൽ നിന്ന് ഉത്തരം കിട്ടും. Oh, they are not getting sound sleep every day. ഹല്ലേലൂയ. ഒരിക്കൽ പോലും ഒന്ന് സുഖമായി ഉറങ്ങുവാൻ അവർക്ക് But കഴിയുന്നില്ല. I can tell you, ഞാനൊരു കാര്യം പറയട്ടെ, our God is a great God. He is not only making prosperity in our business, but He is also giving sound sleep every day, because hallelujah, He is our God who keeps day and night without fail.
ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയൊരു ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി തരുന്നത് മാത്രമല്ല, സുഖമായി ഉറങ്ങുവാനും ആരോഗ്യത്തോടെ ഇരിക്കാനും ദൈവം കൃപ നൽകി So തരുന്നു. all these blessings when we receive, what we have to learn from? ഹല്ലേലൂയ. നാം ഈ അനുഗ്രഹങ്ങളൊക്കെയും പ്രാപിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് നാം പഠിക്കേണ്ടത്? We can wait upon this God. ഈ ദൈവത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. He is waiting to bless us. നമ്മെ അവൻ അനുഗ്രഹിക്കുവാനായി കാത്തിരിക്കുന്നു. So we are waiting for him. അവന് വേണ്ടി നാം കാത്തിരിക്കണം. See, in these days, I don't know when, in olden days, in every doctor's consultancy, at the front of the consultancy room of every doctor at house, ഹല്ലേലൂയ. ഇന്നത്തെ കാര്യം എനിക്കറിയാൻ വയ്യ. മുൻപുണ്ടായിരുന്ന ഡോക്ടർമാരൊക്കെയും അവരുടെ പരിശോധനാ മുറിയുടെ മുമ്പിൽ there is a board. അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കും. Doctor in, doctor out. ഇൻ ഔട്ട്, ഡോക്ടർ പുറത്താണോ അകത്താണോ എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു ബോർഡ് വെച്ചിരിക്കും. I mean, anybody who goes to see that doctor, ആ ഡോക്ടറെ കാണാൻ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് just look at that board. ആ ബോർഡെ നോക്കുമ്പോൾ Whether a doctor is in or doctor is out. ഡോക്ടർ അകത്തുണ്ടോ അതോ പുറത്താണോ എന്ന് മനസ്സിലാക്കുവാൻ If കഴിയും. doctor is in, ഡോക്ടർ അകത്തുണ്ടെങ്കിൽ we are sure we can see him and get a prescription and go. ഹല്ലേലൂയ. നമുക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കൊണ്ട് പോകുവാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പുണ്ട്. But let me tell you another tragedy. ഞാനൊരു പരിതാപകരമായ കാര്യം പറയട്ടെ. One day I went to see a doctor on those days. ഞാൻ ആ സമയം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഡോക്ടറെ കാണാൻ പോയത് ഓർക്കുന്നു. I saw the doctor is in. ഞാൻ കണ്ടു ഡോക്ടർ അകത്തുണ്ടെന്ന് ഞാൻ And there are somebody also waiting there. അവിടെ വേറെ ആൾക്കാരും So കാത്തിരിക്കുന്നുണ്ട്. I thought the doctor is in. ഡോക്ടർ അകത്തുണ്ടെന്നാണ് ഞാൻ Otherwise കരുതിയത്. they will not wait like that. അല്ലെങ്കിൽ മറ്റുള്ളവരും കാത്തിരിക്കുകയില്ലല്ലോ. So I also sat there reading some magazines and paper. പേപ്പറും മാഗസിനും വായിച്ചുകൊണ്ട് ഞാൻ അവിടെ കാത്തിരുന്നു. അവിടെ ഇരുന്നു. 5 minutes went. 5 മിനിറ്റ് കഴിഞ്ഞു. 10 minutes went. 10 മിനിറ്റ് കഴിഞ്ഞു. 15 minutes went. 15 മിനിറ്റ് കഴിഞ്ഞു. 20 minutes went. 20 മിനിറ്റ് കഴിഞ്ഞു. Then if doctor is in, some patient also should have been in and he should come out by that time. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് അകത്തുണ്ടെങ്കിൽ ആ പേഷ്യന്റ് എങ്കിലും പുറത്തു വരണമല്ലോ എന്ന് കരുതി. So I asked the man nearby, when you have come? അടുത്തുള്ള ആളിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാ വന്നത് He ചോദിച്ചു. said I came by 3 o'clock. ഞാൻ 3 മണിക്ക് വന്നെന്ന് പറഞ്ഞു. When I looked at my watch is showing 3:45. അല്ലെങ്കിൽ എന്റെ വാച്ച് നോക്കിയപ്പോൾ അത് 3:45. Then I thought the patient inside is taking 45 minutes. ഒരു രോഗിക്ക് വേണ്ടി 45 മിനിറ്റ് ഇദ്ദേഹം എടുക്കുന്നുണ്ടോ? Then I called the next man, when you have come? അടുത്ത ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോൾ വന്നു He ചോദിച്ചു. said I came by 2:30. ഞാൻ 2:30 വന്നെന്ന് പറഞ്ഞു. Praise the Lord. Then there was one more man. അടുത്ത ഒരു മനുഷ്യനോട് ഞാൻ ഉണ്ടായിരുന്നു. I asked him, when you have come? നിങ്ങൾ എപ്പോൾ വന്നു? ഞാൻ He അദ്ദേഹത്തോട് said I ചോദിച്ചു. came by 2 o'clock. ഞാൻ 2 മണിക്ക് വന്നെന്ന് പറഞ്ഞു. Praise the Lord. Then I thought, what is happening? എന്താ സംഭവിക്കുന്നത് ഞാൻ ചോദിച്ചു. I pushed the calling bell. ഞാൻ ആ കോളിംഗ് ബെൽ അടിച്ചു. Then the wife of the doctor came out. ഡോക്ടറുടെ ഭാര്യ പുറത്തു വന്നു. And I asked whether doctor is in. ഡോക്ടർ അകത്തുണ്ടോ എന്ന് ചോദിച്ചു. Answer got. No, doctor is not there. He is out. ഈ ഡോക്ടർ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. Then I asked why this is put in. എന്താണ് ഈ ബോർഡ് ഇന്നെന്ന്? Oh, she said it is forgotten. അല്ലോ മറന്നുപോയെന്ന്. The first man thought doctor is in. ആദ്യത്തെ മനുഷ്യൻ വിചാരിച്ചു ഡോക്ടർ അകത്തുണ്ടെന്ന്. When the second man came, he also thought, because this fellow is sitting, doctor is in. ആദ്യത്തെ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കണ്ടോ അദ്ദേഹം വിചാരിച്ചു ഡോക്ടർ അകത്തുണ്ടെന്ന്. Third man came and thought doctor is in because 2 people are waiting. He also waited. രണ്ടുപേരോ കാത്തിരിക്കുന്നു, അതുകൊണ്ട് ഡോക്ടർ അകത്ത് കാണുന്നുണ്ട്. മൂന്നാമനും ഇവിടെ കാത്തിരുന്നു. It is not just like that we are waiting for our God. അതുപോലെ അല്ല നാം നമ്മുടെ He is a ദൈവത്തിന് God who will never forget that me and you are waiting for him. കാത്തിരിക്കുന്നവനെ ഒരിക്കലും മറന്നുപോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഓ, ഞാനും നീയും എവിടെയെങ്കിലും ഈ ദൈവത്തെ കാത്തിരിപ്പുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ എവിടെ ഇരുന്നാലും മതി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വന്ന് മകനെ മകളെ നിന്റെ വിഷയം എന്തെന്ന് ചോദിച്ച് നിനക്ക് മറുപടി തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ ഏത് മൂലയിലായിരുന്നാലും താണിറങ്ങി വന്ന് നമ്മുടെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. Let me ask you here in this hall right now, how many people are waiting upon Lord now? ഈ ഹോളിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേർ ഈ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു? Praise the Lord. Not for his second coming. അവന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി അല്ല. Not for his appearance in the clouds. മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അല്ല. മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടിയല്ല. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയല്ല. നിന്റെ ജീവിതത്തിലെ ഒരു ചെറിയ വിഷയമായിരിക്കാം, ഒരു വലിയ വിഷയമായിരിക്കാം, ഇത് മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, I am waiting upon my Lord.
Lord. I am waiting upon my Lord. I am waiting for the day in which he appears and grant me request. ഹല്ലേലൂയ. എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ഒരു ദിവസത്തിന് വേണ്ടി കർത്താവേ ഞാൻ കാത്തിരിക്കുന്ന ദീർഘനാളുകളായി ഞാൻ കാത്തിരിക്കുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവര് ഇന്ന് പകലുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ട്. യേശുവിന്റെ നാമത്തില് കർത്താവേ, ഇന്ന് കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന നിന്റെ മക്കൾ ഇനി താമസിക്കരുതേ, ഇനി താമസിക്കരുതേ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് നീ എഴുതിയിട്ടുണ്ടെങ്കിൽ let them be blessed, let them be blessed, let them be counted in the list of the people who are got blessed from the God. I command in the name of Jesus. യേശുവിന്റെ നാമത്തില് ഈ കാത്തിരിപ്പ് വൃഥാവാക്കാതെ കണ്ട് നിന്റെ പ്രത്യക്ഷതയാൽ നീ ഉത്തരവരളിക്കൊണ്ട് നിന്റെ ജനത്തെ സഹായിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ നീ സഹായിക്കണമേ, നിന്റെ ജനത്തെ നീ സഹായിക്കണം.